SGR കുമാർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ SGR കുമാർ, തന്ത്രി കുറ്റക്കാരനായെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു? എന്തൊരു ക്ഷമയായിരുന്നു SITക്ക്. അതേ ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്ത്രിക്ക് അറിയാമായിരുന്നെങ്കിൽ ED ഇപ്പോൾ എത്തുകയാണ്. ED എത്തുന്ന ഈ ദിവസം തന്നെ തന്ത്രിയെ പിടിച്ചിതാ കൊണ്ടുപോവുകയാണ്. അതിലെന്തെങ്കിലും അസ്വാഭാവികത നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? എല്ലാം തന്ത്രിക്ക് അറിയുമെങ്കിൽ സ്വാഭാവികമായിട്ട് ED വരുന്നത് വരെ കാത്തു നിൽക്കുമായിരുന്നു SIT. ഇതിനകത്ത് പ്രധാനമായിട്ടൊരു വിഷയം നമ്മൾ കാണേണ്ടത് ED വന്നു ഇന്ന ദിവസം തന്നെ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതിനപ്പുറം ഈ കേസ് മാസങ്ങളോളം കോടതിയുടെ മുന്നിലെത്തി. കോടതിയാണ് സിയോമോട്ടോയായിട്ട് കേസ് എടുത്തതും അതുപോലെ തന്നെ നമുക്കറിയാം 2025 എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ നമ്മുടെ ദ്വാരപാല വിഗ്രഹത്തിലുള്ള പാളി സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോവുകയും അത് ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യുകയും അത് ദേവസ്വം ബോർഡിനോട് ചോദിച്ചപ്പം അത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ് നമുക്കറിയാം. അതായത് റിപ്പയറിങ്ങിന് ആവശ്യമുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് കോടതി ഈ കാര്യങ്ങളിൽ കടക്കുന്നതും സുമോട്ടോ കേസെടുക്കുന്നതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ വിഷയത്തില് ഈ കോടതി ചോദ്യം ചെയ്തപ്പോൾ ദേവസ്വം ബോർഡ് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ എവിടെയും തന്ത്രി എന്നൊരു പേരില്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം കേസിന്റെ കാര്യത്തിൽ വളരെയധികം, അതായത് കള്ളക്കേസുകളാണ്. ഞാൻ തന്നെ അതിന്റെ അനുഭവത്തിനാണ്. അതായത് കള്ളക്കേസുകൾ എടുക്കുകയും ഈ സനാതനധർമ്മത്തെയും ക്ഷേത്രാചാരങ്ങളെയും നശിപ്പിക്കാനായിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതില് നമ്മൾ കാണേണ്ടത് കോടതിയുടെ ഒരു പരാമർശവും ഇതുവരെ തന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ തന്നെ ഈ വിഷയം കോടതിയുടെ മുന്നിൽ എത്തിയപ്പോഴും അത് ദേവസ്വം ബോർഡ് ഒരിടത്തും പറയുന്നില്ല തന്ത്രി പറഞ്ഞു കൊണ്ടുപോകാൻ, അല്ലെ തന്ത്രി കഴിച്ചു കൊടുത്തു, അല്ലെ തന്ത്രിക്ക് അറിയാം. ഈ വിഷയമൊന്നും അവിടെ വരുന്നില്ല. ദേവസ്വം ബോർഡിനെ ചോദ്യം ചെയ്തപ്പോഴും അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴും എല്ലാം ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അതിന് അറ്റകുറ്റപ്പണിയുടെ ആവശ്യമുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. തുടർന്ന് ഇങ്ങോട്ട് നമുക്കറിയാം കേസിന്റെ പല പല ഘട്ടങ്ങളിലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് കൊടുത്തപ്പോഴൊക്കെ ഈ ചർച്ച വന്നപ്പോഴെല്ലാം കോടതി ഉൾപ്പെടെ അത് വളരെ കൃത്യമായിട്ട് കേട്ടതിന് ശേഷം മറ്റ് പല ആളുകളെയും കൂടി ഇതിനകത്ത് പ്രതി ചേർക്കുന്നതായിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പുറത്തു നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, അതായത് ഈ പഴയ ദേവസ്വം മന്ത്രിയിലേക്കും അതുപോലെ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടടുത്ത സമയത്തുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റിനെ കുറിച്ചും ഒക്കെ അതിൽ പരാമർശം വന്നു. അതായത് അങ്ങനെ പലരിലേക്കും വിരൽ ചൂണ്ടി. അപ്പോ ആ ഒരു സമയത്തെങ്ങും ഇതുവരെ തന്ത്രിയുടെ പേര് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം ദേവസ്വത്തിന്റെ നിയമം അനുസരിച്ച് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ, അത് ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ എല്ലാ എന്താ പറയാ സ്വത്തുക്കളുടെയും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അതിന്റെ നീക്കുപോക്കുകളും അതിന്റെ റെക്കോർഡ് സൂക്ഷിക്കുക, അത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ ശ്രീ SGR കുമാർ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, SIT പറയുന്നത് ഇതില് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയത് തന്ത്രിയാണ്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൽ മുഖ്യ പങ്ക് കണ്ഠരര് രാജീവർക്കാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. പോറ്റി ശാന്തിക്കാരനായി ജോലി ചെയ്ത ബംഗളൂരുവിലെ ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യൻ കണ്ഠരര് രാജീവരാണെന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്. ഈ ബന്ധമാണ് പോറ്റിയെ ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിയമിക്കാൻ കാരണമായത്. വിവിധ ഭാഷകൾ അറിയുന്ന പോറ്റി ശബരിമലയിൽ എത്തിയപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ധനികരെ തന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ ആരോപണ വിധേയനായ പോറ്റി ശബരിമലയിൽ നിന്ന് പോയെങ്കിലും തന്ത്രിയുടെ ഇടപെടലിലൂടെ ഇദ്ദേഹം സ്പോൺസർ എന്ന കൂടുതൽ സ്വാധീനമുള്ള സ്ഥാനത്ത് തിരിച്ചെത്തി. ശബരിമലയിൽ തന്ത്രിയുടെ വാക്കിന് വലിയ വിലയുണ്ടെന്നാണ് ഇതിന് കാരണമായി പറയുന്നത്. പൂജാവിധികളിലും മറ്റു കാര്യങ്ങളിലും അവസാന വാക്ക് തന്ത്രിയുടേതാണ്. സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയതിന് തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നുവെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമാണെങ്കിൽ തന്ത്രിക്ക് അങ്ങ് കൈ കഴുകി പോകാനും സാധിക്കില്ല ശ്രീ SGR കുമാർ. പക്ഷേ ഒരു സംശയമുള്ളത്, തന്ത്രിക്ക് ഒറ്റയ്ക്ക് ഈ കാട്ടുകൊള്ള നടത്താനാവില്ല. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആയ ആളുകൾ തെറ്റ് ചെയ്താൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു വളരെ പ്രധാനപ്പെട്ട മൊഴി നമുക്കുമുണ്ട്. മാത്രമല്ല ഞങ്ങളെല്ലാം കൂട്ടായിട്ടാണ് ഈ സംഘടിത കൊള്ള നടത്തിയതെന്ന മൊഴിയും പത്മകുമാറിൻ്റെതായി തന്നെ നമുക്ക് മുന്നിലുണ്ട്. അവിടെയാണ് നമുക്കൊരു വിലയിരുത്തൽ വേണ്ടത് ശ്രീ SGR കുമാർ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് പോറ്റിയുടെ ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നു, പോറ്റിയെ അറിയാം, പോറ്റിയെ കൊണ്ടുവന്നു. ഇതും സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ ബന്ധം? നമ്മൾ കുറച്ചെങ്കിലും ബുദ്ധിപൂർവ്വം ആലോചിച്ച് നോക്കണ്ടേ? അതായത് ഈ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ അവിടെ എത്തിയാൽ പുള്ളി കൊള്ള നടത്തിപ്പോയാൽ അതിന് കൊള്ളയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് വന്നതാണെന്നുള്ള തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത് ഞാനിപ്പോ തന്ത്രിക്ക് വേണ്ടി വാദിക്കൊന്നുമല്ല, പക്ഷെ സാധാരണഗതിയിൽ
ഏത് കേസായാലും ശരി നമ്മളതിന്റെ ട്രൂത്ത് കറക്റ്റ്നെസ് നമ്മൾ മനസ്സിലാക്കണം. സത്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വിഷയത്തില് ഇപ്പൊ പോറ്റിയുടെ ക്ഷേത്രത്തിലെ തന്ത്രി ആയതുകൊണ്ട് എത്രത്തോളം ക്ഷേത്രങ്ങളിൽ ഒരു തന്ത്രി ആയിരിക്കും, അവിടെയൊക്കെ എന്തെല്ലാം നടന്നു കാണും, അതിനൊക്കെ വരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ സ്വത്ത്, ഞാൻ പറയുന്നത് ഈ കേസിൽ 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് എന്റെ വിലയിരുത്തല്. അതായത് ഒന്ന്, ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വിഗ്രഹങ്ങളോ സ്വർണ്ണപ്പാളി എന്തായാലും ആയിക്കോട്ടെ, അത് ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തിയതാണ് ഒന്ന്. കാരണം ഈ കൊള്ള നടന്നു പറഞ്ഞാൽ ഇത് ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്താൻ ഒരു അനുവാദം കൊടുത്തതിന് ശേഷമാണല്ലോ കൊള്ളയ്ക്ക് നടക്കുന്നത്. അങ്ങനെ അനുവാദം കൊടുത്ത വസ്തു പുറത്തു പോയിട്ട് അത് ദുരുപയോഗം ചെയ്തു, അത് തെറ്റിദ്ധരിപ്പിച്ചു ദേവസ്വം ബോർഡിനെ. അതായത് സ്വർണ്ണപ്പാളി ആയിരുന്നത് കൊണ്ടുപോയിട്ട് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നു. അതായത് 10% മാത്രം സ്വർണം തിരികെ കൊണ്ടുവന്നു, 90% അടിച്ചു മാറ്റി എന്നാണ് സത്യത്തിൽ ഈ കേസിന്റെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം. അത് കട്ടളപ്പാളി ആയാലും ശരി, കട്ടളയായാലും ശരി, ദ്വാരപാല വിഗ്രഹത്തിലായാലും ശരി, ഒന്ന് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു, അത് തീരുമാനമെടുത്തു. 2, അങ്ങനെ കൊണ്ടുപോയ വസ്തു പുറത്തു കൊണ്ടുപോയി പാളി അഴിച്ചു മാറ്റി സ്വർണം പൂശി വന്നു. ഇതാണ് നമ്മൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേസിന്റെ വസ്തുതകളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ശബരിമല ക്ഷേത്രത്തിലുള്ള വസ്തു പുറത്തേക്ക് കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. തന്ത്രി പറഞ്ഞാൽ തന്ത്രി അഴിച്ചു കൊടുക്കാൻ പറ്റുമോ? തന്ത്രിക്ക് അതിനുള്ള അധികാരമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അല്ലെങ്കിൽ 2 പേര് അതുപോലെ തന്നെ എത്രയോ ഉദ്യോഗസ്ഥന്മാരകത്ത് കിടക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് കോടതിക്ക് ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത കോടതിയാണോ? കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ തന്നെ അഴിച്ചു കൊണ്ടുപോയി അതിന് ഉത്തരവാദിത്വം തന്ത്രിക്കാണ് നിയമപരമായിട്ടെങ്കിൽ ആദ്യമേ തന്ത്രിയല്ലേ അകത്താക്കണമെന്ന് പറയുന്നത്, അല്ലെ തന്ത്രിയുടെ പേര് കേസെടുക്കണം എന്ന് പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തന്ത്രി തടയാൻ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവിടെ അന്നൊരു സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് പോലീസുകാരുണ്ടല്ലോ, അവിടെ വിജിലൻസ് ഉണ്ടല്ലോ, ഇവരൊക്കെ എവിടെ ആയിരുന്നു? അവരൊക്കെ ഉറങ്ങുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ക്ഷേത്ര പൂജാ കർമ്മങ്ങളിൽ ചുമതലപ്പെട്ട ഒരാളിനെ ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി അത് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ കേസ് ഉന്നതരിലേക്ക് പോവാതെ CPM-ന്റെ പല ഉന്നത വ്യക്തികളിലേക്കും സംശയാസ്പദമായ സാഹചര്യത്തിൽ ധാരാളം പേരുണ്ട്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കോടതി ഉൾപ്പെടെ പറഞ്ഞ വിഷയങ്ങളാണ്. അതിലേക്ക് പോകാതെ മറ്റു വഴി തിരിച്ചുവിടുകയാണ്. മാത്രമല്ല ജനശ്രദ്ധ, ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ സമയം, തെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിൽ നിന്ന് അഴിച്ചു പുറത്തു കൊണ്ടുപോകാതെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതിരിക്കെ ആരാണ് ക്ഷേത്രത്തിന് പുറത്തു കൊണ്ട് അനുവാദം കൊടുത്തത്? ആ സമയത്ത് എത്രയോ പേര്, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത് അവിടുത്തെ ഞാൻ പറഞ്ഞ വിജിലൻസിനും പോലീസിനുമാണ്. അത് ദേവസ്വം ബോർഡ് തീരുമാനം എടുത്ത് അവരെ പേപ്പർ കാണിച്ചിട്ടായിരിക്കണമല്ലോ ഇത് പുറത്തു കൊണ്ടുപോകാനായിട്ട് അനുവാദം ഉണ്ട് എന്നുള്ളത് കാണിക്കാതെ ഏതെങ്കിലും അവിടെ നിൽക്കുന്ന പോലീസിന്റെ ഡ്യൂട്ടിയിലുള്ളവർ അല്ലെങ്കിൽ വിജിലൻസിന്റെ ഡ്യൂട്ടിയിലുള്ളവർ സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തു. പക്ഷെ അതിന് തന്ത്രിയുടെ അനുവാദം, അതായത് ദൈവികമായ വിഷയത്തിൽ അദ്ദേഹത്തിനോട് ദേവസ്വം ബോർഡിൽ ഉത്തരവ് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം അഴിച്ചുകൊണ്ട് പോകണം, അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഇത് വേണം, അനുജ്ഞ വേണം എന്നുള്ള തരത്തിലായിരിക്കണം. അതല്ലാതെ നമുക്കൊരു ചിന്തിച്ചാൽ മനസ്സിലാവും, അങ്ങനെ ഒരു തന്ത്രി വിചാരിച്ചാലോ അല്ലെ മേൽശാന്തി വിചാരിച്ചാലോ അല്ലെ ആരായിക്കോട്ടെ, തന്ത്രി മേൽശാന്തി എന്നല്ല, ഒരു വ്യക്തിക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കൂട്ടായ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വശം, ഇത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതിന് സംശയമില്ല. അതായത് ഈ പാളി ഇളക്കി മാറ്റി അത് സ്വർണം പൂശി അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ ഒറിജിനൽ വിറ്റ് കാണും. ഇത് ഇനി നമുക്ക് ISRയുടെ റിപ്പോർട്ട് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഒറിജിനലാണോ തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ സാധ്യതയുണ്ട്. ഇതിന്റെ പല ഭാഗം മുറിച്ച് വിറ്റ് കാണും, അപ്പൊ വേറെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ഇതെല്ലാം സാധ്യതയുണ്ട്. അതില് ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതിനകത്ത് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറ്റവാളിയാണ്. അത്തരത്തിൽ ഒരു കാര്യം ഈ SIT പറയാത്തിടത്തോളം കാലം നിയമപരമായിട്ട് ഈ പറഞ്ഞ അവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയതിനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ദേവസ്വം ബോർഡിനാണ്. പുറത്തു വെച്ച് നടന്ന കാര്യങ്ങളിൽ പങ്കാളിയാണ്. അതിന്റെ എന്തെങ്കിലും സാമ്പത്തിക രീതിയിലോ അല്ലെ ഏതെങ്കിലും തരത്തിലായിക്കോട്ടെ അദ്ദേഹത്തിന് അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തന്ത്രി എന്നുള്ള രീതിയിലല്ല, ആരെയായാലും ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. അതാണ് എന്റെ സത്യാവസ്ഥ. അപ്പൊ അതുകൊണ്ട് ദേവസ്വം SIT ഇത്തരത്തിൽ ഇതിന്റെ പങ്കാളിയായിട്ടുണ്ട് എന്നൊരു തെളിവില്ലാതെ ഇവിടുന്ന് കൊണ്ടുപോയതിന് ഉത്തരവാദിത്വം പറയുന്നത് എത്ര അസംബന്ധമാണെന്നുള്ള ദേവസ്വം നിയമം അറിയാവുന്നവർക്കും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും എല്ലാം അറിയാൻ. കൂടാതെ ഈ കോടതി വ്യവഹാരങ്ങളിൽ ഒരിടത്തും പരാമർശിക്കുകയോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ചെറിയൊരു ലെവലേഷൻ പോലും കുറ്റാരോപിതൻ അല്ലാത്തൊരു വ്യക്തിയെ അത്തരത്തിൽ ആ കാര്യത്തിൽ മറ്റു രണ്ടാമത്തെ വിഷയം അവർ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പങ്കുപറ്റി അല്ലെ അത് ചെയ്തതിന് കൂട്ടുനിന്നു അല്ലെങ്കിൽ അവിടെ ഒരുക്കി അതിന്റെ ഭാഗമെടുത്തു അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തികമായിട്ട് സഹായം കിട്ടി, അത്തരത്തിലുണ്ടെങ്കിൽ അത് വേറെ വിഷയം. പക്ഷെ പറഞ്ഞ ഞാൻ കേട്ടത്
ഈ പോറ്റിയുടെ ബന്ധം, പോറ്റിയുടെ അമ്പലത്തിൽ പൂജ, അങ്ങനെയുള്ള കാര്യങ്ങളും യഥാർത്ഥ ഇതിന് അനുവാദം കൊടുത്തവരെ രക്ഷപ്പെടുത്താനല്ലേ. ശരിക്കും ഇതിന് അനുവാദം കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചത് ആരാ? അവരാണ് അകത്ത് കിടക്കുന്നത്. ഇനിയും കുറച്ചുപേർ പുറത്തുണ്ടാവും. ഇതാണ് ഈ കേസിനെ കുറിച്ച് നിഷ്പക്ഷമായ വിലയിരുത്തലാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ആരെയും ഇത് ചെയ്തോണ്ടല്ല. കറക്റ്റാണ് ശ്രീ എസ് ടി ആർ കുമാർ. ഇനി എനിക്ക് തോന്നുന്നു അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഇത് എത്തുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഈ വിഷയത്തിൽ ഒരു നിരീക്ഷണങ്ങൾ വരാൻ സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങ് പറഞ്ഞ പോയിന്റ് വളരെ കൃത്യമാണ്. വളരെയധികം നന്ദി.